കോഴിക്കോട് മുക്കം നഗരസഭ നിർമ്മിച്ച നടപ്പാതയും കൈവരിയും സ്വകാര്യ വ്യക്തി പൊളിച്ചു നീക്കിയതായി പരാതി. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി 7 കോടി രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുക്കം നഗരസഭ അരീക്കോട് പാലത്തിന് സമീപം നിർമ്മിച്ച നടപ്പാതയും കൈവരിയുമാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാനായിരുന്നു പൊളിച്ചു നീക്കിയത്. പ്രഭാത സവാരിക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയാത്രയ്ക്ക് ഉപയോഗിക്കുന്നതുമായ നടപ്പാതയും കൈവരിയുമാണ് പൊളിച്ചത്. രാവിലെ ആളുകൾ എല്ലാവരും നടക്കാനിറങ്ങുന്ന മുക്കം നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഒരു ഫുട്പാത്താണിത്. ഇപ്പൊ രാവിലെ വന്ന് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇതിലൂടെയാണ് രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഏതോ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി അവരുടെ ബിൽഡിങ്ങിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ സ്ലാബ് കംപ്ലീറ്റ് പൊട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കമ്പി എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാ കടക്കാർക്കും ഇത്തരത്തിലുള്ള സൗകര്യം നഗരസഭ ചെയ്തു കൊടുക്കണം. ഇത് ആരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് അറിയില്ല. ഏതായാലും അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. പൊതുമുതലാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മണ്ണിട്ടുയർത്തുകയും നടപ്പാത നിർമ്മിക്കുകയും ചെയ്തതോടെ വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കും ഉൾപ്പെടെ മഴ പെയ്താൽ വെള്ളം നിറയുന്ന അവസ്ഥയിലായിരുന്നു. അന്ന് പരാതികൾ ഉയർന്നിട്ടും നടപ്പാത പൊളിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. സ്വകാര്യ വ്യക്തി പൊളിച്ചു നീക്കിയപ്പോൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കോഴിക്കോട്.